ഇൻസെക്ട് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ആ ഇൻസെക്ട് ബോയ് എന്നുള്ള പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, കൃഷിയിടമെന്നാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ പുതിയ സെഗ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി കർഷകരുണ്ട്. അപ്പൊ അവര് വ്യത്യസ്ത തരം വിളകളാണ് കൊയ്തെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതായത് ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതി ഉണ്ടല്ലോ, പക്ഷെ അത് അവരുടേതായ രീതിയിൽ വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് എല്ലാ കർഷകരെയും പോയി കണ്ട് അവരുടെ കൃഷിയിടമെല്ലാം സന്ദർശിച്ച് അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് എന്തൊക്കെയാണ് അവർ ആവശ്യമെന്നും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര സ്ഥലമുണ്ട് ഇവിടെ? ഇവിടെ എനിക്ക് കുറച്ചേ ഉള്ളൂ. ഇവിടെ ഒരു 10 സെന്റ്. 10. വേറെ റബ്ബർ. ഇപ്പൊ ഏതൊക്കെ വിളകളുണ്ട്? ഇതിനകത്ത് വാഴയുണ്ട്, ചേമ്പ വെട്ടി തീർന്നു. ഇന്ന് ലാസ്റ്റ് ആണ് ഒരു കൂടി ഇട്ടി വെച്ചേക്കുവാണ്. കണ്ടില്ല, ഒരൊറ്റ മൂടാണ്. ഒരൊറ്റ മൂടാണ്. വിത്തൊക്കെ എങ്ങനെയാണ്? കൃഷിഭവനിൽ തരും, നമ്മളതിന് കൊണ്ടുപോയി നട്ട്. ഇത് ആദ്യം വർഷപ്പ് പന്നിയൊക്കെ എടുത്ത് പന്നിശല്യം ഉണ്ടല്ലോ. ഇപ്പൊ നന്നിട്ടാണ് സീറ്റ് വെച്ചിട്ട് ഇടിച്ച് 10 കയറി പിന്നെ ഇങ്ങനെയൊക്കെ മറച്ച് വലയൊക്കെ ഇപ്പൊ മുറിച്ചു പോകും. പിന്നെ അതിന്റെ കന്നുകളാണ് നിൽക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ ഏറ്റവും പപ്പാഴയുണ്ട്, രസാവലിയുണ്ട്, ഏത്തനുണ്ട്, റോബസ്റ്റ് ഉണ്ട്, അത്രയുണ്ട് വാഴയായിട്ട്. പിന്നെ മഞ്ഞ, ചീനി, ചേമ്പ്, ചേന എല്ലാം കൂടെ ചേർത്തുള്ള കൃഷി തന്നെയാണ്, അല്ല ഒരൈറ്റം മാത്രമല്ല. ഈ ചേന വെട്ടിക്കഴിഞ്ഞ് ചേമ്പ് ലാസ്റ്റത് ഇനി അങ്ങോട്ട് മഞ്ഞ വെട്ടി കഴിയുമ്പോ ഇതിനിപ്പോ നാളെ ഇങ്ങനെ വളം ഇട്ടേക്കാണ്. നാളെ ഇപ്പൊ ഒരു രാസവളം കൂടെ ഇട്ടിട്ട് ഇട്ടിട്ട് പിന്നെ വെള്ളം വെക്കും. വെള്ളം ഇപ്പൊ എങ്ങനെയാണ്? വെയിലിപ്പോ ഭയങ്കര പ്രശ്നമാണല്ലേ? വെയിൽ മുന്നത്തേക്കാളും പ്രശ്നമാണ് അത് അതുപോലെ തന്നെയാണ്. ഇതെന്നുള്ളത് ചേമ്പല്ല. ഇത് എനിക്കൊക്കെ എപ്പോഴും വെച്ച് ഇത് മാറാനെന്ന് പറഞ്ഞൊരു സാധനമാണ്. മാറാനാണ്. അപ്പൊ ഇത് ചേമ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചാടി കയറി നട്ടത്. ഇല ഒരുപോലെയാണ്. അവരെ എന്നിട്ട് ഒന്ന് തടിച്ചു നിൽക്കും. പൂത്ത് അപ്പൊ ഈ ചേമ്പിന് വേറെ ജാതിയാണ്. അതാണ് പക്ഷെ കിഴങ്ങാണ്, എങ്കിലും കണക്കൂല. അതാണ് കിഴങ്ങാണ്, മാറാനെന്നാണ് പറയണത്. കിഴങ്ങാണ് കണക്കൂല. നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ അപ്പൊ മാറാൻ അങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല. ആള് പറഞ്ഞു അടിച്ച് വായ അടിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ എടുക്കാത്തത്. ചേമ്പങ്ങ എടുക്കും. ഇതൊക്കെ എവിടെയും കൊണ്ട് കൊടുക്കാം? നമ്മള് കടയിലാണ് കൊടുക്കും, കടയിൽ കൊടുക്കും. പിന്നെ ചീരയുണ്ട്, അതൊക്കെ ചീരയൊക്കെ ഇനിയിപ്പോ ദിവസം നമ്മൾ കട്ട് ചെയ്തേ പോയി. ഇനിയിപ്പോ അങ്ങനെ വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആട്ടിക്കൂട്ടി അത് ചെയ്യും. ഉമ്മ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും വേറെ വല്ല ജോലി വന്നിട്ട് ഉമ്മ നിൽക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. റബ്ബർ എത്ര? ഇതിനാണ് മാറാനും മേടിച്ചതല്ല. ചേമ്പാണ്. ശരിക്ക് കിഴങ്ങൊക്കെ കാണുന്ന ഇത് മലമഞ്ഞയാണ്. മലമഞ്ഞയുടെ കസ്തൂരിയാണ്. പത്തി കിടക്കുന്നത് മറ്റേ സാധാ മഞ്ഞ, കസ്തൂരി മഞ്ഞാണ്. അതിന് വേറെ വേറെ സാധാ മഞ്ഞളല്ല. സൗന്ദര്യം വരുത്തുന്ന സാധനമാണ് കസ്തൂരി മഞ്ഞ. അതാണ് ഈ 2 മൂട് പട്ട് കിടക്കുന്നത്. ഈ 2 ദിവസം പോയിട്ട് ഇത് നമ്മുടെ സാധാരണ ഇത് 2 കസ്തൂരിയാണ്.
ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത്. ഇപ്പൊ കൃഷി സ്ഥലത്തൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വാഴയ്ക്ക് എന്താണ് പോകുന്നത്. ഇപ്പൊ ഇത് നമ്മള് അവസാനമായിട്ട് ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇത് വളം വെറ്റി? ഇപ്പം ഇപ്പൊ ഇട്ടത് ഞാൻ അതിനകത്തിട്ട് ചാമ്പലും ആട്ടും പുഴുക്ക് ഉണക്കിയത്. നിൽക്കുക. എന്നിട്ടാണ് ഇപ്പൊ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ഇച്ചിരി രാസവളം ഇട്ടാലേ മണ്ണിട്ടിട്ട് വെള്ളം ഒഴിക്കണം. ഇങ്ങനെ ഇത് 2 പണി ഇങ്ങനെ ഇട്ടേക്കാണ്. ഇനിയിപ്പൊ ഇതും അത് ഇടാനാണ് ഇങ്ങനെ വന്നു വെക്കുന്നത്. അത് ചാണകപ്പൊടിയും ചാമ്പലും ആട്ടിന്റെ പാരവും കോഴിപ്പാലും എല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പൊ നമ്മൾ കൂടുതലും രാസവളം ഒഴിവാക്കും. പിന്നെ നമ്മളൊക്കെ തിന്നണല്ലേ മൊത്തം വിഷമാണല്ലോ. അതിൻ്റെ അതൊരു അത്ര നല്ലത്. നമ്മളതുകൊണ്ട് രാസവളം അങ്ങനെ ഉപയോഗിക്കില്ല. ഇത് ഈ നട്ട് തൈ എടുക്കാൻ വേണ്ടി ഇത്തിരി ഫ്രാക്ഷൻ യൂസ് ചെയ്യും ഒരു പ്രാവശ്യം. എങ്കിലേ ഇത് ഒരു പവർ കിട്ടും. പിന്നെ അങ്ങോട്ട് പോകുമ്പോ മറ്റു വളം ഈ ആനുശല്യം വല്ലതും ഉണ്ടോ അതിന്? അത് കാണാം. വെറുതെ നോക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂടി ചെയ്യും. കിട്ടുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കും. ചീര കിട്ടും, പിന്നെ തോരത്തിന് യാത്രന്റെ മറ്റേ ഒടിഞ്ഞു വീണ കിട്ടും. അല്ലാത്തേക്ക് ഒന്നും എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടി വളരെ വയറ്റൊന്നും പഠിക്കുന്നതല്ലേ. ഇതുപോലെയൊക്കെ പോയി ക്ലാസ്സിൽ ഉള്ളതൊക്കെ കോളേജിൽ തന്നെ കുറവില്ല മൊത്തത്തിൽ. കൃഷി സ്നേഹിക്കുന്നവരിലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.